നമുക്കിന്നൊരു പച്ചമാങ്ങ രസം ഉണ്ടാക്കിയാലോ. അപ്പം അതിനായിട്ട് പച്ചമാങ്ങ തോല് കളഞ്ഞ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്, ഈ ഒരു വലിപ്പത്തിലുള്ള പച്ചമാങ്ങ കേട്ടോ. അതിനായിട്ട് ഒരു 1/4 കപ്പ് പരിപ്പ്, തോരപ്പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചതച്ച ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്കിതൊക്കെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ, ചതച്ച ഇഞ്ചി, പച്ചമുളക്, നമ്മൾ കുതിർത്ത് കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, വെള്ളം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒരു 5 വിസിലെങ്കിലും വേണ്ടി വരും. നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ കുക്കർ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് വെന്തോ നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുന്നു. പിന്നെ എത്രയാണോ വെള്ളം വേണ്ടേ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചൊന്ന് നമുക്ക് ലൂസാക്കാം. ഇനി ഇതൊന്നുകൂടെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായി തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മല്ലിയില വിതറി കൊടുക്കാം. അപ്പം നമ്മുടെ രസത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്കൊരു വറവാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം. സോറി ഗൈസ്, നമ്മളൊരു കാര്യം മറന്നു ഉപ്പിടാൻ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ. ഇനി നമുക്ക് കടുക് താളിക്കാം. കടുകിട്ട് പൊട്ടിയ ശേഷം, കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ചതച്ച് വെച്ചിരിക്കുന്ന ജീരകവും കുറച്ച് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക്, അല്ലെങ്കിൽ കുരുമുളക് പൊടി, 2 ഇല ഏതെങ്കിലും കുരുമുളക് പൊടിയോ ചതച്ചതോ ആയാലും കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിത് നമ്മുടെ രസത്തിലേക്ക് ചേർക്കാം. നമ്മുടെ പച്ചമാങ്ങ രസം റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇത് വറവിടേണ്ടത് നെയ്യിലാണ് കേട്ടോ. അപ്പം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റെഡിക്ക് ചെയ്യുന്നത് നെയ്യിലാണ് വറവിടേണ്ടത്. എന്നാൽ വെളിച്ചെണ്ണയിൽ വറവിട്ടാലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ രസം റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.